സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അതും ദുഃഖഗാനങ്ങളാവും പലപ്പോഴും ഈ സമയങ്ങളിൽ കേൾക്കുക. സങ്കടം വരുമ്പോൾ ദുഃഖഗാനങ്ങൾ കേട്ടാൽ വിഷമം കൂടുകയാണ് ചെയ്യുക. വിഷമിച്ചിരിക്കുമ്പോഴും ദുഃഖഗാനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് കേൾക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. ദുഃഖഗാനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിനെ റിയലിസ്റ്റിക്കും പോസിറ്റീവുമാക്കി വെക്കുമെന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെയുള്ള കണ്ടുപിടുത്തം. നമ്മൾ ദുഃഖഗാനങ്ങൾ ആസ്വദിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ പ്രോലാക്റ്റിൻ എന്ന ഹോർമോണാണ്. പ്രോലാക്റ്റിൻ പ്രധാനമായും സഹായിക്കുന്നത് സമ്മർദ്ദവും മാനസിക വേദനകളും കുറയ്ക്കാനാണ്. ഇതേ ഹോർമോണാണ് ദുഃഖഗാനങ്ങൾ കേൾക്കുമ്പോഴും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പഠനത്തിന്റെ ഭാഗമായി സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾക്ക് ആന്റി ആൻസൈറ്റി ഗുളികകൾ കഴിക്കാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഉള്ള അവസരം നൽകി. പഠനത്തിന്റെ അവസാനം പാട്ട് കേട്ട വ്യക്തികളിലായിരുന്നു സമ്മർദ്ദത്തിന്റെ അളവ് കുറവായി കാണപ്പെട്ടത്. ദുഃഖഗാനങ്ങളിലെ വരികൾക്ക് നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടാവും. ഇത് തരുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ശുഭപ്രതീക്ഷയാണ്. ദുഃഖഗാനങ്ങൾ കേൾക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുമുണ്ട്. നീ എന്താണ് ശോകഗാനം കേട്ടിരിക്കുന്നത് എന്ന് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിച്ചാൽ ഇതൊന്ന് പറഞ്ഞു കൊടുത്തേക്കൂ.